എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഭാരതീയ കർഷകൻ എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ഭാരതം ഒരു കാർഷിക രാജ്യമാണ്. അപ്പോൾ നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾക്കെല്ലാം ഭക്ഷണം തരുന്നത് കർഷകരാണ്. അപ്പോൾ നമ്മൾ അവരെ വിളിക്കേണ്ടത് അന്നദാതാക്കൾ എന്നാണ്. നമ്മൾ ഒന്ന് ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ കർഷകരുടെ ജീവിതം അത്ര സുഖകരമാണോ? അല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം അവർക്ക് രാവിലെ എഴുന്നേറ്റ് കൃഷിസ്ഥലത്ത് പോയിട്ട് വെയിലെന്നോ മഴയെന്നോ തണുപ്പെന്നോ ഇല്ലാതെ അവിടെ കഠിനാധ്വാനം ചെയ്യുന്നു. അതോടൊപ്പം അത് വളർന്നു വരുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകാം. അങ്ങനെ പല കാര്യങ്ങളും നശിച്ചു പോകുന്നു. അതുപോലെ തന്നെ വളർന്നു വരുമ്പോൾ പല മൃഗങ്ങളും വന്ന് അതിനെ നശിപ്പിച്ചേക്കാം. അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. ഇതെല്ലാം ഇല്ലാതെ ഒന്ന് വളർന്നു വന്ന് കടയിൽ ചെന്ന് വിൽക്കാൻ നോക്കുമ്പോൾ ഉണ്ടാവും കടക്കാരുടെ വിലപേശൽ. ഇപ്പോൾ 50 രൂപയ്ക്ക് ഒരു പഴക്കൊലയ്ക്ക് കൊടുക്കേണ്ടത്, പക്ഷേങ്കിൽ ആ കടക്കാർ പറയുന്നത് 10 രൂപയാണ്. അപ്പോൾ അങ്ങനെ വിലപേശുമ്പോൾ കർഷകർക്ക് ഒരു നിവർത്തികേടും ഇല്ലാതാകുമ്പോൾ അത് മേടിക്കുകയാണ്, അത് കൊടുക്കുകയാണ് ചെയ്യുക. കാരണം അന്നത്തെ ആ കൊടുക്കുന്ന പൈസ കൊണ്ടായിരിക്കും അന്ന് ആ വീട്ടിൽ അരി മേടിച്ച് ഭക്ഷണം കഴിക്കാനുണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ നിവർത്തികേട് കൊണ്ടാണ് കർഷകൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കഠിനമായ ഒരു ജീവിതമാണ് കർഷകൻ്റേത്. അപ്പോൾ ഇതിന് കാരണമെന്ന് പറയുന്നത് പല കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ കർഷകർക്ക് പല നഷ്ടങ്ങളും ഇതിലൂടെ ഉണ്ടാകുന്നു. ഇപ്പോൾ കർഷകൻ 50 രൂപയ്ക്ക് അതിൻ്റെ വിത്ത് മേടിച്ചിട്ട് അത് 10 രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 40 രൂപ അതിന് നഷ്ടമാണ്. അപ്പോൾ വിത്തിൻ്റെ വില വർധനവും ഒക്കെ കർഷകൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി തന്നെ ഉണ്ടാക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കർഷകരുടെ കുറവ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എല്ലാവർക്കും താല്പര്യം എന്ന് പറയുന്നത് സർക്കാർ ജോലിയോടും അതുപോലെ തന്നെ റൂമുകളിലിരുന്ന് ജോലി ചെയ്യുന്ന ജോലികളോടാണ് ഇപ്പോൾ എല്ലാവർക്കും താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ കർഷകർ കുറയുമെന്നതിന് ഒരു സംശയം ഉണ്ടാവുകയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എത്ര ഉദ്യോഗസ്ഥന്മാർ വളർന്നിട്ടുമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കർഷകൻ പണി ചെയ്തില്ല എങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ലഭിക്കുകയില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും പട്ടിണി കിടക്കേണ്ടി വരും. അപ്പോൾ കർഷകർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് കർഷകർക്ക് ഇപ്പോഴത്തെ കാലത്ത് കുറച്ചെങ്കിലും ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ കാലത്തായിരുന്നുവെങ്കിൽ കർഷകർ ഒരു ആനുകൂല്യം കൊടുത്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കർഷകരും ആത്മഹത്യ ചെയ്തിട്ടുമുള്ള ന്യൂസുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ കേട്ടിട്ടുമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സർക്കാരിന് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുകയാണെങ്കിൽ വിത്തിൻ്റെയും ഒക്കെ പൈസ കുറയ്ക്കുകയാണെങ്കിൽ കർഷകർക്ക് അത് വളരെയധികം ലാഭമായി മാറും. ഇപ്പോൾ 10 രൂപയ്ക്കും 5 രൂപയ്ക്കും ഒക്കെ വിത്ത് ലഭിക്കുകയാണെങ്കിൽ അതൊക്കെ വലുതായി വരുമ്പോൾ 50 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ കർഷകന് ലാഭമുണ്ടായി. എങ്ങനെ കർഷകന് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും. അപ്പോൾ വിത്തിൻ്റെയും ഒക്കെ വിലക്കുറവ് കർഷകന് അത്യാവശ്യം തന്നെയാണ്. പിന്നെ കടക്കാരുടെയൊക്കെ വിലപേശലും കുറയ്ക്കേണ്ടത് തന്നെയാണ്. കടക്കാരുടെ വിലപേശലും കുറയ്ക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ കർഷകർക്കും പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് ഇനി വരുന്ന തലമുറയിൽ കർഷകരുടെ എണ്ണം കുറഞ്ഞു വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് കർഷകർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.